Warrior Silk Shirts Encounter സമർപ്പിക്കുന്നത് Warrior Denimen Casuals, the game changer. You are watching 24. വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ പി വി തോമസ്, ഇവിടെ നേരത്തെ ചിത്തരഞ്ജൻ അവതരിപ്പിച്ച ഒരു വിഷയമുണ്ട്. അതായത് മുസ്ലിം ലീഗ് SDPIയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായ പിന്തുണ ഇവിടെ കോൺഗ്രസിന് നൽകിയിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് സാധാരണ വിഷയങ്ങളാണ്. കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ സാധാരണ വിഷയങ്ങളാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ സജീവമായി മത്സര രംഗത്ത് വരാറുള്ളവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇതൊക്കെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും ഉത്തരേന്ത്യയിൽ BJPക്ക് കഴിയില്ല. ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞുള്ള പ്രചാരണം അടക്കം ഉത്തരേന്ത്യയിൽ സജീവമാണ്. ഇതിനെയൊക്കെ വിശദീകരിക്കാൻ നിൽക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെ അല്ല, ഇത് ലീഗിൻ്റെ കൊടിയാണെന്ന് പഠിപ്പിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൻ്റെ പ്രധാന പരിപാടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറാൻ പോകുന്നു. ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി ഏതാണ്, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ഏതാണെന്ന് ഉത്തരേന്ത്യയിലെ ഒരു സാധാരണ ഹിന്ദുവിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പഠിപ്പിക്കാൻ നിൽക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ഗതികേട് എന്ന് തോന്നുന്നില്ലേ? ശരിയാണ്, തീർച്ചയായിട്ടും. എന്തിനങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി? അതായത് ഇതുപോലുള്ള പ്രൊപ്പഗാൻഡ സൗത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല, ഇവിടെയാണ് നടക്കാൻ പോകുന്നത്. വടക്കേ ഇന്ത്യയിൽ വന്നിട്ട് അതെല്ലാവരും ജനങ്ങൾ വിശ്വസിക്കും. അത് ന്യൂനപക്ഷ സ്ഥലത്തേക്ക് പോയിരിക്കുന്നു, ഇവിടെ രക്ഷയില്ലാത്തതുകൊണ്ട് പോയിരിക്കുന്നു. ആ ഒരു അവസരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ് പാനലിസ്റ്റ് പറഞ്ഞൊരു കാര്യത്തോട് എനിക്ക് പറയാനുണ്ട്. അതായത് രാഹുൽ ഗാന്ധി വന്നതിൻ്റെ പേരിൽ ദക്ഷിണേന്ത്യയിൽ ഒരു വലിയ തരംഗമുണ്ടാകും എന്നൊക്കെ പറയുന്നതിന് അതിൽ യാതൊരർത്ഥവുമില്ല. കേരളത്തിലുണ്ടാകുമെന്ന് എനിക്കറിയാൻ പാടില്ല, അതുപോലും ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല. കേരളത്തിലുണ്ടാകുമ്പോൾ തെറ്റായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമാണ്. അത് വേറൊരു കാര്യം. തമിഴ്നാട്ടിലോ തെലങ്കാനയിലോ ആന്ധ്രാപ്രദേശിലോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു തരംഗവും ഈ ഇങ്ങോട്ട് വയനാട്ടിലേക്ക് വരുന്നതുകൊണ്ട്. കർണാടകയിൽ പോലും ഉണ്ടാകുകയില്ല. കർണാടക കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കോൺഗ്രസും JDSും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊന്നുമല്ല, ഇതൊക്കെ വെറും അബദ്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു മണ്ടത്തരം ചെയ്തു കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് കൊണ്ടുവരിക വഴി. അത് ഒത്തിരി നേരം പിടിച്ചു നിന്നു, ഒത്തിരി നേരം സംശയങ്ങളുണ്ടായി, എല്ലാം ഉണ്ടായി. പക്ഷേ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് എനിക്കറിയാൻ പാടില്ല. അതിത് CPM സെൻട്രിക്, അതായത് ലെഫ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരുടേത്. അതിൻ്റെ വെറും ഫലമായിട്ടുള്ളതാണ്. അത് വെറും തെറ്റായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം വരട്ടെ, തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ ഈ ലെഫ്റ്റിൻ്റെ സപ്പോർട്ടിനായിട്ട് ഒരുപക്ഷെ വാതിൽ മുട്ടേണ്ടതായിട്ട് വരും ഈ കോൺഗ്രസ്സിന് ഭരിക്കാൻ പറ്റുകയാണെങ്കിൽ. അതായത് 150 എടുക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് മാത്രമല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് മാത്രമല്ല പറയുന്നത്, തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. ആ ആശയത്തിൽ ഒരേ സൈഡിൽ നിൽക്കുന്ന പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. എന്താണത്, എന്ത് കാര്യത്തിലാണിത്? ഇവിടെ കേരളത്തിലിരിക്കുന്നവർക്കൊന്നും മനസ്സിലാകില്ല എന്താണ് വടക്കേന്ത്യയിൽ നടക്കുന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുടെ പേരിൽ അടിച്ചമർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിറ്റികളെ, അത് ന്യൂനപക്ഷ സമുദായങ്ങളെ. ഇതൊന്നും മനസ്സിലാക്കാതെ ഈ കോൺഗ്രസ്സുകാർ, കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്തിന് ഇങ്ങനെ ഒരു പ്രചരണത്തിൽ ഇടപെട്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അവരുടെ ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ജബി, ഈ ഇടതുപക്ഷം എന്തായാലും ഈ രാഹുൽ ഗാന്ധിയുടെ ഇവിടേക്കുള്ള വരവിനെ ശക്തമായി നേരിടാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഒരു കാര്യം പറയേണ്ടതുണ്ട്. കേരളത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഒന്നാമത്തെ ശത്രു BJP ആണോ അതോ ഇടതുപക്ഷമാണോ എന്നത്, അതിന് കൃത്യമായ മറുപടി പോലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല എന്നത് എന്തുകൊണ്ടാണ്? അല്ല, നമുക്ക് കേരളത്തിലെയും ദേശീയ രാഷ്ട്രീയവും രണ്ടായി തന്നെ കാണേണ്ടി വരുമല്ലോ. നമ്മൾ ഒരിക്കലും കേരളത്തിൽ ഒരവസ്ഥയിൽ നമ്മൾ CPM ശത്രുവല്ല എന്ന് കോൺഗ്രസിനും പറയാനുള്ള സാഹചര്യങ്ങളില്ല. അത് സത്യം തന്നെയാണ്. അത് ഇവിടെ എപ്പോഴും UDFും LDFും തന്നെയാണ് മത്സരം നടക്കുന്നതും മുഖ്യ ശത്രുക്കളും അത് തന്നെയാണ്. പിന്നെ ദേശീയ തലത്തിൽ അതിൻ്റെ ദേശീയ രാഷ്ട്രീയം കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കോമൺ എനിമിയെ ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ അത് UPAയുടെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തൊരു സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ക്ലിയറാണ്. അതിലെന്താ ഒരു സംശയമുള്ളത്?
നമ്മളവരെ ഫാസിസം വേറൊരു രീതിയിൽ CPM ഫാസിസം ഉയർത്തി ഒരു നിൽക്കുന്നു. സഖ്യകക്ഷിയല്ല കേരളത്തിലെ CPM ദേശീയ തലത്തിലും കോൺഗ്രസിന്. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ തന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവും എന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിൻ്റെ എല്ലാം ഫലം എന്താകുമെന്ന്. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ PV തോമസ്, അഡ്വക്കേറ്റ് അനീഷ് കുമാർ, ശ്രീ PP ചിത്തരഞ്ജൻ, ശ്രീമതി ജെബി മേത്തർ. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുന്നു. നമസ്കാരം.